ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദൻ പറഞ്ഞ വാക്കുകളൊക്കെ ശങ്കർറാമിന് നല്ല പേടിയായിട്ട് തന്നെ ശങ്കർറാം നേരെ സേനാപതിക്ക് ഫോൺ ചെയ്യണം കേട്ടോ. എന്നിട്ട് സേനാപതിയോട് കാര്യങ്ങളൊക്കെ പറയണം. നന്ദേട്ടന് എന്തെങ്കിലും സംശയം തുടങ്ങുന്നതിൻ്റെ മുന്നേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമുണ്ടാക്കണം. അതുകൊണ്ട് ആ പ്രിയയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച ശേഷം പ്രിയയെ നമ്മൾ തന്നെ അങ്ങ് തീർക്കണം. അതാണ് നടക്കുകയുള്ളൂ. അപ്പോൾ സാക്ഷി കൊലക്കേസിൽ അരുണിമയും ജയിലിലാവും, പൂജയെയും അതിൻ്റെ കൂടെ ആക്കുകയും ചെയ്യാം. പൂജയും അർജുനെയും പ്രിയ കൊലക്കേസിലാകെ പ്രതികളാക്കുകയും അങ്ങനെ അവരെല്ലാവരുടെയും ശല്യം അങ്ങ് തീരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ സേനാപതി ചോദിക്കുന്നുണ്ട്, അതിൽ എനിക്കെന്താ പിന്നെ ഗുണമുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, പിന്നീട് സുഖമല്ലേ സേനാപതി, പിന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെയല്ലേ കാര്യങ്ങളൊക്കെ പിന്നെ തിരിയുന്നത്, എല്ലാവരുടെയും ശല്യം അങ്ങ് തീരില്ലേ, പിന്നെ ഈ നന്ദേട്ടനാണോ തീർക്കാൻ പണി എന്നൊക്കെ അങ്ങ് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നാളത്തെ കേസിൻ്റെ വാദത്തിൽ ആണ് പ്രശ്നമുള്ളത്. ആ അരുണിമയ്ക്ക് ജാമ്യം ഒരിക്കലും കിട്ടരുത്, അതിനാണ് കളികളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സേനാപതി പറയണം, അരുണിമയ്ക്ക് ജാമ്യം ഒരിക്കലും കിട്ടില്ല. കാരണം നീ വിചാരിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ നാളെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണോ നാളെ അവിടെ ഹാജരാകുന്നത്. നിനക്കറിയുമോ ആരാണ്? രാമകൃഷ്ണ അടിക, അയാളാണ് നാളെ അവിടെ വാദിക്കാൻ വരുന്നത്. പിന്നെ എങ്ങനെ അരുണിമയ്ക്ക് ജാമ്യം കിട്ടും? ഒരിക്കലും കിട്ടില്ല. നീ വിചാരിക്കുന്നതിൻ്റെ മുന്നേ ഇതെല്ലാം ഞാൻ തന്നെ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ശങ്കർറാമിന് നല്ലൊരു സന്തോഷം തന്നെയാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. ആ പ്രിയയെ കൂടി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ നീ ആലോചിക്കുക, അതാണ് നീ ആദ്യം ചെയ്യേണ്ടത് എന്ന് സേനാപതി ശങ്കർറാമിനോട് പറയാണ്. അങ്ങനെ പിന്നെ ഫോൺ വെച്ചിട്ട് ശങ്കർറാം ഇങ്ങോട്ട് തിരിയുന്ന സമയത്താവും നന്ദഗോപൻ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നന്ദഗോപനെ കണ്ടതോടുകൂടി ശങ്കർറാം ആകെ അങ്ങോട്ട് പതറാണ് കേട്ടോ. പതറിയപ്പോൾ, ഏട്ടാ ഞാൻ എൻ്റെ ബിസിനസ് കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ, നീ അങ്ങ് പോകുമ്പോഴേ ആ കുപ്പി അങ്ങ് എടുത്ത് ഷെൽഫിലേക്ക് വെച്ചേക്ക് എന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് നന്ദഗോപൻ അങ്ങ് പോവാൻ കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്നിങ്ങനെ, ഒന്നും കേൾക്കാൻ സാധ്യതയില്ല എന്ന് സ്വയം ശങ്കർറാം തന്നെ പറയാൻ കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് പൂജാമുറിയിൽ കയറിയിട്ട് പൂജ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആവട്ടോ. ആ സമയത്താവും മാധുര്യമ്മയും വരികയാണ്. അപ്പോൾ ഇന്ന് അരുണിമാമയുടെ കേസൊക്കെ വാദിക്കുന്ന ദിവസമല്ലേ, അപ്പോൾ എല്ലാം വിജയിക്കണം എന്ന് പ്രാർത്ഥിക്കാവട്ടോ അവർ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവിടെ മധു ആൻറ്റി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. മധു ആൻറ്റി ഇങ്ങനെ ഒരു മുള്ളും മുനയും വെച്ച് സംസാരിക്കാന്. വെറുതെ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവത്തിനോട് മനസ്സാതെ നല്ല പോലെ ആവേണ്ടത് എന്ന് പറയുമ്പോൾ പൂജ പറയും, അങ്ങനെയാണെങ്കിൽ ആദ്യം മധു ആൻറ്റിയുടെ അല്ലേ മനസ്സ് ശുദ്ധമാവേണ്ടത്, അതുകൊണ്ടല്ലേ ഇപ്പോൾ വസന്തൻ അങ്കിളുടെ കയ്യിൽ നിന്നൊക്കെ നല്ലോണം കിട്ടുന്നത് എന്നൊക്കെ നീ വെറുതെ എൻ്റെ അടുത്ത് രാവിലെ ചൊറിയാൻ വരണ്ട എന്ന് പറയുമ്പോൾ, ഞാനല്ലല്ലോ ഇങ്ങനെ വന്നത് എന്ന് പറയുമ്പോൾ മാധുര്യമ്മ പറയുന്നുണ്ട്, മധു നീ വെറുതെ രാവിലെ തന്നെ വരണ്ട, നീ തന്നെയാണ് ആദ്യം തുടങ്ങി വെച്ചത് എന്നങ്ങ് പറയൂട്ടോ. അല്ല പിന്നെ പൂജ പറയുന്നത് കേട്ടില്ല, പൂജ എന്താ പിന്നെ പറഞ്ഞത്, വസന്തനെ അച്ഛനെയും അമ്മയും ഇറക്കി വിട്ടത് നീ തന്നെയല്ലേ, എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അങ്ങ് സംസാരിക്കും, ഇത് തന്നെയല്ലേ നീ അന്നും ചെയ്തത് എന്നങ്ങ് പറയൂട്ടോ. അവരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ സമയത്തെ ഈ പൂജയാണ് അവരെ രക്ഷിക്കാനുണ്ടായത്, അതുകൊണ്ട് നീ വല്ലാതെ അങ്ങ് സംസാരിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്കുതർക്കങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് അച്ചമ്മയും കൂടി വരികയാണ്. എന്നിട്ട് അച്ചമ്മയും കൂടി പൂജയെ, അപ്പോൾ പൂജ മധു ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ, ഇന്നത്തെ കേസിൽ എൻ്റെ അമ്മയെ ജയിലിൽ നിന്നും എന്തായാലും ജാമ്യം കിട്ടും എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ സത്യത്തിന് മാത്രമേ ഒരേ ഒരു സ്വരത്തിൽ നിന്ന് പറയാൻ കഴിയുള്ളൂ, നുണയൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും അതൊക്കെ മറന്നു പോവുകയും ചെയ്യും, അപ്പോൾ അതുകൊണ്ട് സത്യം മാത്രമേ ജയിക്കൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താവും അച്ചമ്മ അങ്ങോട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അച്ചമ്മ പറയും, നിൻ്റെ സത്യത്തിൻ്റെ ഗുണവധികാരമൊന്നും നീ അധികം പറയണ്ട, നീ ഇവിടേക്ക് വന്ന് കയറിയത് എന്ത് നുണ പറഞ്ഞിട്ടാണ്, വെറും അർജുൻ്റെ വാടക ഭാര്യയായിട്ട് വന്നിട്ട് അങ്ങ് സത്യമാണെന്നും പറഞ്ഞിട്ട് അങ്ങ് കുറേ നടന്നില്ലേ, അതുകൊണ്ട് നിൻ്റെ മഹിമയൊന്നും അധികം ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ വീണ്ടും ഒന്ന് അപമാനിച്ച രീതിയിൽ സംസാരിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ നീ അധികം ഒന്നും സംസാരിക്കേണ്ട, എൻ്റെ അനുമോൾക്കെതിരെ ഒന്നും ഒരു വാക്ക് പോലും പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മാധുര്യമ്മ പറയണ, അമ്മ വല്ലാതെ അങ്ങ് പറയണ്ട, അമ്മ വളർത്തിയുണ്ടാക്കിയ ആ മോന് തന്നെയാണ് ഇവളെ ഇവിടേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നത്, അർജുനെ ചെറുപ്പം മുതലേ വളർത്തിയുണ്ടാക്കിയതൊക്കെ അമ്മ തന്നെയല്ലേ, അമ്മ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത്
അമ്മയുടെ പേരക്കുട്ടി അർജുൻ തന്നെയല്ലേ ഇവളെ ഇങ്ങോട്ട് കൈ പിടിച്ച് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഇവളുടെ മേൽ മാത്രം അങ്ങ് കുറ്റം ചാർത്തണ്ട, അമ്മയുടെ വളർത്തിയ പേരക്കുട്ടിയെ കൂടി അപ്പോൾ അതിൽ ഉൾപ്പെടുത്തണ്ടേ എന്നങ്ങ് ചോദിക്കേണ്ട. അപ്പോൾ അച്ചമ്മ ഇനിയിപ്പോൾ ഞാൻ വളർത്തിയതിൻ്റെ ദോഷം പറഞ്ഞ് നടന്നോ നീ എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അച്ചമ്മ പറയുന്നുണ്ട്, കേട്ടില്ലേ മധു, ഇപ്പോൾ വലിഞ്ഞു കയറി വന്നവരുടെയൊക്കെ സൈഡിൽ നിന്നിട്ടാണ് മാധുരി സംസാരിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ അതങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ, ആ ഒരു ആശ്രമത്തിൽ വളർന്നവളല്ലേ, അത്രയൊക്കെ തന്നെ ഇവളുടെ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വെറുതെ മധു നീ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇവിടെ എടുത്തിടേണ്ട ആവശ്യമില്ല, നിന്റെ വസന്തൻ്റെ അച്ഛനെയും അമ്മയെയും രക്ഷിച്ചതിൻ്റെ കലിപ്പാണ് നിനക്കുള്ളതെങ്കിൽ അതൊന്നും ഇപ്പോൾ തീർക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നിനക്കിപ്പോൾ വസന്തൻ്റെ കയ്യിൽ നിന്നും നല്ല കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പൂജയോട് പറയുന്നുണ്ട്, നീ വെറുതെ എൻ്റെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടണ്ട എന്ന് പറയുമ്പോൾ അമ്മേ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പൂജ പറയുമ്പോൾ പിന്നെ എങ്ങനെ പറയാതിരിക്കും, പിന്നെ അല്ല അമ്മേ അതൊന്നും പറയണ്ട, കാരണം അന്ന് ആ ഒരു സംഭവം ഉണ്ടായെന്ന് മധു ആൻറ്റിക്കൊന്നും ഒരിക്കലും മറക്കാനാവാത്ത സംഭവം അന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ എന്തിനാ വെറുതെ അക്കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ മധു ആൻറ്റി അന്ന് പൂജ അടിച്ച ആ ഒരു കാര്യം അങ്ങ് ആലോചിക്കും കേട്ടോ. അപ്പോൾ അത് ഓർമ്മ വരികയാണ്. അപ്പോൾ പൂജയോട് ഇങ്ങനെ മധു ആൻറ്റിക്ക് നല്ലൊരു ദേഷ്യം ഇങ്ങനെ കൂടി വരികയാണ് കേട്ടോ. അന്നത്തെ ആ അടി പൂജ കൊടുത്തതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നീട് അവിടേക്ക് അർജുൻ വരികയാണ് കേട്ടോ. അർജുൻ വന്നിട്ട് അർജുൻ നല്ല ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക, ഒരു കുഴപ്പവും കൂടാതെ അന്ന് അരുണിമ ചേച്ചിയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയട്ടോ. അമ്മേ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അർജുൻ നീ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അരുണിമ കൂടി നിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കാം അച്ഛമ്മേ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിരിക്കുമെന്ന് പറയട്ടോ. അപ്പോൾ അച്ഛമ്മ പറയും, നീ വരുമ്പോൾ നിൻ്റെ കൂടെ എൻ്റെ അരുണിമ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ കുറച്ചെങ്കിലും ഞാൻ വിശ്വസിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എന്നും പറഞ്ഞിട്ട് അച്ഛമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് അർജുനും അങ്ങ് പോവാണ്. അപ്പോൾ മാധുരി അമ്മയും പൂജയും കൂടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടെ. അപ്പോൾ മാധു ആൻറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്, അരുണിമ ചേച്ചി കുറച്ച് ദിവസം ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല, ഇന്ന് അരുണിമ ചേച്ചിക്ക് ജാമ്യം കിട്ടരുതേ ദൈവമേ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ ചെയ്തോണ്ട് എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ അമ്മ കൂടി കൂടും, അപ്പോൾ ഞാനിവിടെ ശരിക്കും ഒറ്റപ്പെട്ടു പോവും, അതുകൊണ്ട് ഒരിക്കലും അരുണിമ ചേച്ചിക്ക് കുറച്ച് ദിവസത്തിനാണെങ്കിലും ജാമ്യം കിട്ടരുത്, ഇന്ന് എന്തായാലും കിട്ടരുത് എന്നൊക്കെ അങ്ങ് പ്രാർത്ഥിക്കാൻ കേട്ടോ. പിന്നീട് അർജുൻ കോടതിയിലെത്താൻ കേട്ടോ. ആ സമയത്ത് അരുണിമയും കൂടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അരുണിമയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് SI കുമാർ സമ്മതിക്കില്ല കേട്ടോ, ഈ സമയത്ത് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇതെൻ്റെ ആൻറ്റി കൂടിയാണ്, പിന്നെ ഈ ആൻറ്റിയുടെ വക്കാലത്ത് ഏറ്റെടുത്തതും ഞാനല്ലേ, അപ്പോൾ എനിക്ക് സംസാരിക്കുന്നത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പോലീസിനെ നിയമമൊന്നും പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് അരുണിമയും കൂട്ടിയിട്ട് അങ്ങ് ആ കുമാർ പറഞ്ഞ പോലീസുകാരൻ അങ്ങ് കൂട്ടിക്കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് പിന്നെ ജോർജൂട്ടിയും കൂടി സംസാരിക്കുമ്പോഴാവട്ടോ എതിർഭാഗം വക്കീൽ അവിടേക്ക് വരുന്നത്. രാമകൃഷ്ണ അടിക എന്നിട്ട് അർജുനോട് ഒന്ന് ചെറുതായിട്ടൊരു പരിഹാസ രൂപത്തിലാവട്ടോ സംസാരിക്കുന്നുണ്ടാവും. നീയാണോ അരുണിമയ്ക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി വാദിക്കുന്നത്, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കറിയാം, എൻ്റെ സീനിയറുമായിട്ട് നിങ്ങൾ ഒരു വാദം നടത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടൊരു പരിഹാസ രൂപത്തിൽ അയാളങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജോർജൂട്ടി പറയുന്നുണ്ട്, വെറുതെ എന്തിനാ അയാളെന്നെ മുഷിപ്പിക്കാൻ നിന്നത് എന്ന് പറയുമ്പോൾ അയാളുടെ ചിരി കണ്ടില്ലേ, പരിഹസിക്കുന്ന രൂപത്തിലാണ് അയാൾ ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ വാദം തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ അരുണിമയുടെ കാര്യത്തിൽ വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കുന്ന സമയത്ത് എൻ്റെ കക്ഷി നിരപരാധിയാണ്, അതുകൊണ്ട് തന്നെ ജാമ്യം അപേക്ഷിക്കണം എന്നൊക്കെ അനുവദിക്കണം എന്നങ്ങ് പറയുമ്പോൾ കോടതി രാമകൃഷ്ണ അടികയോട് ചോദിക്കും, ജാമ്യം കൊടുക്കുകയല്ലേ അരുണിമയ്ക്ക് എന്ന് പറയുമ്പോൾ അടിക പറയുകയാണ്, പറ്റില്ല, ജാമ്യം കൊടുക്കാൻ പറ്റില്ല, ഇതിൽ എന്തൊക്കെയോ ഒരു ഒത്തുകളികളുണ്ട്, അതുകൊണ്ട് തന്നെ പൊരുത്തക്കേടുമുണ്ട്, ആ കൊലക്കേസിൽ സാക്ഷി കൊലക്കേസിൽ ഒരു മരണം നടന്നത് എന്തോ ഒരു തിരിമറി നടന്നതുപോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇവർ ഗ്യാങ് ആയിട്ട് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്, ഇതിൽ ഒന്നോ രണ്ടോ ആൾ അല്ല, ഇവർ കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരത്തെ തന്നെ മൊഴി വന്ന് പറഞ്ഞതും ഈ കുറ്റം ഞാനാണ് ചെയ്തത് എന്ന് ഏറ്റെടുത്തതും, പക്ഷേ ഇവർ തെളിവിനായിട്ട് പോലീസിൽ കൊടുത്തിട്ടുള്ളതൊന്നും തന്നെ മരണ കാരണമല്ല എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആ വസ്തു ഇതുവരെയും പോലീസിന് കണ്ടെത്തിയിട്ടുമില്ല, അതുകൊണ്ട് എനിക്ക് ആ SI കുമാറുമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം എന്നങ്ങ് പറയുമ്പോൾ കോടതി അത് സമ്മതിക്കാൻ കേട്ടോ. എന്നിട്ട് കോടതിയിൽ കുമാറിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ
പൊരുത്തക്കേടുള്ള കാര്യവും മൊഴി മാറ്റി പറയുമ്പോൾ മൊഴിയിൽ ചെറുതായിട്ട് പൊരുത്തക്കേടുണ്ട് അരുണിമയുടെ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ കോടതിക്ക് പിന്നെ ഒന്നും ചെയ്യാനാവാതെ അതിൽ അർജുൻ അങ്ങ് വാദിക്കുന്ന സമയത്തൊക്കെ ഈ അടിക അങ്ങ് ഇടപെട്ടിട്ട് അടിക പറയുകയാണ് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല, ഇതിൽ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രണ്ടാമത് കുത്തിയ വസ്തു മുഖാന്തരമാണ് സാക്ഷി മരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ വസ്തുവാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവർ തനിച്ചല്ല, ഇവരുടെ കൂടെ വേറെ ആരൊക്കെയോ ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്നങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ അരുണിമയും അർജുനും ആകെ അങ്ങ് അതിശയിക്കാൻ കേട്ടോ. അപ്പോൾ അതുവരെയും അരുണിമയ്ക്ക് വേണ്ടിയിട്ട് അർജുൻ വാദിക്കുന്നത് കേട്ടിട്ട് നന്ദന് നല്ല സന്തോഷമാവുമായിരുന്നു കേട്ടോ. കാരണം അരുണിമയെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റും എന്നുള്ള ആ രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ അർജുൻ വാദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദനും നല്ല സന്തോഷമായിട്ട് തന്നെ ആവട്ടോ ഇരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് അടികയുടെ ഈ ഒരു ജാമ്യം റദ്ദാക്കുന്ന രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ നന്ദനും ആകങ്ങ് വിഷമാവുകയാണ്. അപ്പോൾ കോടതിക്ക് കയറുന്നതിൻ്റെ മുന്നേ അർജുനോട് നന്ദൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, നിനക്ക് എതിർഭാഗമായിട്ട് വാദിക്കുന്നത് രാമകൃഷ്ണ അടികയാണ്, അയാളെ ചില്ലറക്കാരനല്ല എന്നുള്ളത് നീ എപ്പോഴും ഓർമ്മയിലിരുന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ നന്ദൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നന്ദനോട് അർജുനും പറഞ്ഞിട്ടുണ്ടാവും, അങ്കിളിന് എന്തെങ്കിലും തരത്തിൽ ഞാനും പൂജയും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മനഃപൂർവ്വമല്ല, അങ്കിളുടെ തെറ്റിദ്ധാരണയാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, കോടതിയിൽ വെച്ച് നിൻ്റെ കുമ്പസാരം എനിക്ക് കേൾക്കണ്ട, അതുകൊണ്ട് തന്നെ നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നീ എൻ്റെ അരുണിമയെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗമൊക്കെ നോക്ക്, അടികയാണ് അപ്പുറത്തുള്ള വാദിക്കാൻ വന്നിട്ടുള്ളത് എന്ന് മാത്രം നീ ഒന്ന് ചിന്തിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാവും കേട്ടോ നന്ദൻ അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക. അങ്ങനെ അരുണിമയുടെ ജാമ്യം റദ്ദാക്കാനുള്ള എല്ലാ വഴികളും സേനാപതി ഏർപ്പാടാക്കിയിട്ടുള്ള അടിക ചെയ്യാണ് കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.